السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. ബഹുമാന്യരായ സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സർവ്വനാഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കണിശമായി പാലിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും തിരണ്ടത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുക. പരിശുദ്ധ റമദാനിനെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികൾ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അളവറ്റ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലായതും നമ്മൾ ഇതുവരെയും മനസ്സിലാക്കാത്തതുമായ ധാരാളക്കണക്കിന് നിഅമത്തുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ മുസീബത്തുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകളെ കാണുന്നവരാണ് നമ്മൾ. രോഗം കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടുന്ന, അതുപോലെ തന്നെ ശാരീരിക വൈകല്യങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, സൗന്ദര്യക്കുറവ് കൊണ്ട് സമൂഹത്തിനിടയിൽ പരിഹസിക്കപ്പെടുന്ന, സ്ത്രീകളാണെങ്കിൽ വിവാഹത്തിന് തടസ്സമുണ്ടാക്കപ്പെടുന്ന, അങ്ങനെ പല നിലക്കും മുസീബത്തുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകളെ നമ്മൾ ദർശിക്കാറുണ്ട്. അത്തരം ആളുകളെ നോക്കി ആ വിഷയത്തിലെല്ലാം സൗഖ്യം ലഭിച്ച, അത്തരം പരീക്ഷണഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട നമ്മെപ്പോലുള്ള ആളുകൾ പലപ്പോഴും സംസാരിക്കാറുള്ള ഒരു കാര്യമാണ്, പടച്ചവൻ്റെ വല്ലാത്ത പരീക്ഷണമാണ് അവർ അനുഭവിക്കുന്നത് എന്ന്. പക്ഷേ ആ സമയത്ത് നമ്മെപ്പോലുള്ള പലരും ഓർക്കാത്ത, ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമുണ്ട്.
മുസീബത്തുകൾ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നിഅമത്തുകളും അവൻ്റെ പരീക്ഷണമാണ് എന്ന തിരിച്ചറിവ് നമ്മളിൽ പലർക്കും നഷ്ടപ്പെടാറുണ്ട്. നമ്മൾ തിരിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ സമൂഹത്തിൽ മുസീബത്തുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ അവരുടെ മുസീബത്തുകൾ തന്നെ മതിയാകും അവർക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസി അനുഭവിക്കുന്ന പ്രയാസം മുഖേന അവൻ്റെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും അങ്ങനെ അള്ളാഹുവിനെ ഒരു പാപവുമില്ലാതെ അഭിമുഖീകരിക്കാൻ അവന് സാധിക്കുകയും ചെയ്യുമെന്ന്. എന്നാൽ അനുഗ്രഹങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ റബ്ബിൻ്റെ നിഅമത്ത് തന്നെ റബ്ബ് പരീക്ഷിക്കാൻ വേണ്ടി നൽകിയതാണ് എന്ന ഓർമ്മ നഷ്ടപ്പെടുന്നത് കാരണത്താൽ അതിന് കാര്യമായ നിലക്ക് നന്ദി കാണിക്കാൻ കഴിയാതെ ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്ന ആളുകൾ സമൂഹത്തിൽ ധാരാളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത് വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന എന്നാണ്. ഷർറ് കൊണ്ടും ഖൈറ് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമൃദ്ധമായി നൽകുന്നവനാണ്. അവൻ്റെ കൈ ഒരിക്കലും അതിൽ കുറവ് വരികയില്ല. എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് റബ്ബിൻ്റെ കൈ. ചോദിക്കുന്നവരെല്ലാം ചോദിച്ചാലും ആ ചോദിക്കുന്ന ആളുകൾക്ക് മുഴുവനായി നൽകിയാലും റബ്ബിൻ്റെ കയ്യിലുള്ളതിൽ ഒരു കുറവും ഉണ്ടാകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന നമ്മൾ അതിന് ശരിയായ രൂപത്തിൽ നന്ദി അർപ്പിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പല സ്ഥലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ചില സ്ഥലങ്ങളിൽ മനുഷ്യന് നൽകിയ വളരെ പ്രത്യേകതയുള്ള അവൻ്റെ നിഅമത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതിന് മനുഷ്യരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊതിക്കുന്നത് നന്ദിയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൽ നഹൽ നമ്മൾ ഓരോരുത്തരും മനസ്സിരുത്തി വായിക്കണം. റബ്ബിൻ്റെ അളവറ്റ നിഅമത്തുകൾ എണ്ണി എണ്ണി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു സൂറത്താണ്. ഈ റമദാൻ അവസാനിക്കുന്നതിന് മനസ്സാന്നിധ്യത്തോടുകൂടെ വായിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ലാ തഅലമൂന ശൈഅ, നിങ്ങൾക്കൊന്നും അറിയുമായിരുന്നില്ല ആ ഒരു ഘട്ടത്തിൽ. എന്നിട്ട് വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് കേൾവിയും കാഴ്ച ശക്തിയും അതുപോലെ തന്നെ ഹൃദയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടി എന്നാണ്. അപ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ ഈ നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് നമുക്കാണ് മറ്റുള്ളവരെക്കാൾ നമ്മെ സംബന്ധിച്ച് അറിയുക. നമ്മൾ സ്വയം വിചിന്തനം നടത്തുക. ഈ നിഅമത്തുകൾ മുഖേന ശരിയായ രൂപത്തിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവനാണോ ഞാൻ എന്ന പരിശോധന നടത്തുക. എന്ന് മാത്രമല്ല, റബ്ബിൻ്റെ തൃപ്തി അവനോട് നന്ദി കാണിക്കുന്ന ആളുകൾക്കാണ് ലഭിക്കുക എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു സുമറിലെ 7-ാമത്തെ ആയത്തിൽ ഇൻ തഷ്കുറു യദ്ദഹു ലക്കും, നിങ്ങൾ അവനോട് നന്ദി കാണിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ തൃപ്തിപ്പെടുന്നതാണ് എന്നാണ് റബ്ബ് ഓർമ്മപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ചതിന് പിന്നിലെ താല്പര്യത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ഈ ദൃശ്യപ്രപഞ്ചവും നമ്മുടെ മുമ്പിലുള്ള ഓരോ വസ്തുക്കളും നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി, ഒരു വിശ്വാസി അതിലൂടെ എന്താണ് അവരിൽ നിന്ന് പുറത്തു വരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൻ്റെ 62-ാമത്തെ ആയത്തിൽ എടുത്തു പറഞ്ഞത് അതാണ് ഞാൻ ആദ്യമായി ഓതിക്കൽപ്പിച്ച ആയത്ത്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കർ ഔ അറാദ ശുകൂറ, രാപ്പകലുകളെ മാറി മാറി വരുന്നതാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. എന്തിനാണ് ലിമൻ അറാദ അൻ യദ്ദക്കറ, ആരാണോ ഓർക്കാൻ
അള്ളാഹുവിൻ്റെ നിയമത്തുകളെ സംബന്ധിച്ച് ഓർക്കുവാനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങളെ സംബന്ധിച്ച് പഠിച്ചറിയുവാനും ആരാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടി ഔ അറാദ ശുക്കൂറ, അതുപോലെ തന്നെ റബ്ബിന് നന്ദി അർപ്പിക്കുവാൻ വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ മഹാപ്രപഞ്ചത്തെ സംബന്ധിച്ച് ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി ആ പ്രപഞ്ച സംവിധായകനെ കുറിച്ച് ആലോചിക്കുകയും അവൻ്റെ നിഅമത്തുകൾക്ക് നന്ദി അർപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് റബ്ബ് അറിയിക്കുകയാണ്. പിന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ അതുപോലെ തന്നെ മുക്കല്ലഫീങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യർ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മുക്കല്ലഫീങ്ങൾപ്പെട്ടവരാണ് ജിന്നുകൾ. അവരുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗമേ ഉള്ളൂ. ഒന്നുകിൽ അള്ളാഹുവോട് നന്ദി കാണിക്കുന്ന അങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ഒരു വിഭാഗം ആളുകൾ, മറ്റൊന്ന് നന്ദി കേട് കാണിക്കുന്ന വിഭാഗം. അത് സൂറത്തുൽ ഇൻസാനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നേർവഴി കാണിച്ചിട്ടുണ്ട്, എന്നാൽ ആളുകൾക്ക് അവർ ഇച്ഛിക്കുന്ന രൂപത്തിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നന്ദി കാണിക്കുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നത് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഒന്നുകിൽ നമ്മൾ നന്ദിയില്ലാത്ത ആളുകളായിത്തീരുന്നു, അല്ലെങ്കിൽ നന്ദി കാണിക്കുന്ന ആളുകളായിത്തീരുന്നു. ഇത് രണ്ടിനിടയിൽ വേറൊരു വകുപ്പില്ല. അതുകൊണ്ട് നന്ദിയുള്ളവരായി തീരാൻ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്നത് നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ ശരിയായി അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് ഇബാദത്ത് ഏറ്റവും ശരിയായ രൂപത്തിൽ നിർവഹിക്കാൻ കഴിയുകയില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ്. നമ്മൾ ശരിയായ രൂപത്തിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നില്ല എങ്കിൽ ഇബാദത്തിൻ്റെ അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിൽ നിർവഹിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്നാണ്. ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങളെല്ലാം സംവിധാനിച്ച, നമ്മെ ഇപ്പോഴും ജീവൻ നൽകി നിലനിർത്തിക്കൊണ്ടു പോകുന്ന റബ്ബിൻ്റെ അനുഗ്രഹങ്ങളും അവൻ്റെ മഹത്വവും അവൻ്റെ കഴിവും ശക്തിയുമൊക്കെ ശരിയായ രൂപത്തിൽ തിരിച്ചറിയുന്ന ഒരു അടിമ ആ റബ്ബിൻ്റെ വിനീതനായ ഒരടിമയായി അവൻ്റെ മുമ്പിൽ നിൽക്കുകയും ആ സമയത്ത് തന്നെ അവൻ്റെ മനസ്സ് അത്രയും ശക്തനായ, എല്ലാ അർത്ഥത്തിലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തന്നവനായ റബ്ബിൻ്റെ മുമ്പിൽ താൻ അങ്ങേയറ്റം ചെറുതാണ് എന്ന ബോധത്തോടു കൂടി ഇബാദത്തുകൾ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ശരിയായി നന്ദിയുള്ള ആളുകളാകേണ്ടതുണ്ട് എന്നാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞ പല ഭാഗങ്ങളുണ്ട്. അതിൽ നൂഹ് നബിയെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ എന്നാണ്. നൂഹ് നബി അള്ളാഹുവിനോട് അങ്ങേയറ്റം നന്ദി കാണിക്കുന്ന ഒരു അടിമയാണ് എന്ന്. മൂസാ നബിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി തിരഞ്ഞെടുത്തു. പ്രവാചകന്മാരിൽ മൂസാ നബിക്കുള്ള സ്ഥാനം, മൂസാ നബിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വെച്ച് തന്നെ സംസാരിച്ചു. നേർക്ക് മറയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയുണ്ടായി. ആ കാര്യം ഓർമ്മപ്പെടുത്തവേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ മൂസ ഇന്നി സ്തഫൈതുക അലന്നാസി ബിരിസാലാതി വബികലാമി ഫഖുദ് മാ ആതൈതുക വകും മിനശ് ശാകിരീൻ. ഞാൻ എൻ്റെ സന്ദേശങ്ങൾ കൊണ്ടും എൻ്റെ പ്രത്യേകമായ സംസാരം കൊണ്ടും നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ജനങ്ങളുടെ മേൽ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫഖുദ് മാ ആതൈതുക, ഞാൻ നിനക്ക് നൽകുന്നത് നീ സ്വീകരിക്കുക, വകും മിനശ് ശാകിരീൻ, നീ ശുക്ർ ചെയ്യുന്ന നന്ദിയുള്ള ആളാകുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് നിർദ്ദേശിക്കുന്നു. ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറയുന്നത് ഷാകിറൻ ലി അൻഉമിഹി എന്നാണ്. റബ്ബിൻ്റെ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമയായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. അതുപോലെ തന്നെ അള്ളാഹു ധാരാളം നിഅമത്ത് നൽകിയ ഒരു വിഭാഗമാണ് ദാവൂദ് നബിയുടെ കുടുംബം. ദാവൂദ് നബി പ്രവാചകനായിരുന്നു, അതുപോലെ തന്നെ ഭരണാധികാരിയായിരുന്നു. സുലൈമാൻ നബി ദാവൂദ് നബിയുടെ പുത്രൻ, പ്രവാചകനായിരുന്നു, ഭരണാധികാരിയായിരുന്നു. അളവറ്റ അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ രണ്ട് പ്രവാചകന്മാരാണ് അവർ. അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇഅ്മലു ആല ദാവൂദ ശുക്ര, ദാവൂദ് കുടുംബമേ നിങ്ങൾ നന്ദി കാണിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത്. അതുപോലെ തന്നെ സുലൈമാൻ നബിയുടെ പ്രത്യേകത അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൻ നംലിൽ എടുത്തു പറഞ്ഞു. ഉറുമ്പിൻ്റെ സംസാരം കേൾക്കുന്ന ഘട്ടത്തിൽ ഉറുമ്പ് സംസാരിക്കുന്നത് സുലൈമാൻ നബിക്ക് മനസ്സിലാക്കുകയാണ്. ആ സമയത്ത് സുലൈമാൻ നബി അള്ളാഹുവോട് പറയുന്നത് റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വ അലാ വാലിദയ്യ വ അൻ അമല സലിഹൻ. റബ്ബേ, നീ എനിക്ക് നൽകിയ നിഅമത്തിന് നിന്നോട് നന്ദി കാണിക്കാൻ നീ എനിക്ക് പ്രേരണ നൽകണമേ, എന്നെ പ്രേരിപ്പിക്കണമേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ
പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഇതേ കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. ബലില്ലാഹ ഫഅ്ബുദ് വകും മിനശ് ശാകിരീൻ. നീ അള്ളാഹുവിനെ ആരാധിക്കുക, നീ നന്ദിയുള്ള ആളായി തീരുകയും ചെയ്യുക. അപ്പോൾ മനസ്സിലായി, നന്ദി കാണിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൽ തന്നെയാണ്. അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നന്ദി കാണിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഇബാദത്തുകൾ നമ്മൾക്ക് നിർബന്ധമാക്കി തന്നിരിക്കുന്നത്. ആ നിർബന്ധമാക്കി തന്ന ഇബാദത്തുകൾക്ക് പുറമെ സ്വമേധയാ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും റബ്ബിൻ്റെ ഇബാദത്തുകൾ ചെയ്യാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ സ്വമേധയാ ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയപ്പോഴും അള്ളാഹു പറഞ്ഞു, വലഖദ് ആതൈന ലുക്മാൻ അൽ ഹിക്മത അനിഷ്കുർ ലില്ലാ. അള്ളാഹുവോട് നന്ദി കാണിക്കുവാനുള്ള പ്രത്യേകമായ നിർദ്ദേശമാണ്. അതേപോലെ തന്നെ അള്ളാഹു മനുഷ്യന് നൽകിയ വസിയ്യത്തിൽ ഉപദേശങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ഉപദേശം അള്ളാഹുവിന് നന്ദി കാണിക്കാനുള്ള ഉപദേശമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. സൂറത്തുൽ ലുക്മാനിലെ ആ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ആയത്ത് വിശദീകരിക്കവേ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അനിഷ്കുർലി വലിവാലിദൈക്, എനിക്ക് നന്ദി കാണിക്കുക, നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കുക. അപ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നത് മനുഷ്യനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച ഏറ്റവും ആദ്യത്തെ ഉപദേശമാണ് എന്നും പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദിയുള്ള ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ നിഅമത്തുകളും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കദാലിക നുസർരിഫുൽ ആയാതി ലിഖൗമി യഷ്കുറൂൻ. ശുക്ർ ചെയ്യുന്ന ജനതക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ദൃഷ്ടാന്തങ്ങൾ മുഖേന ശുക്ർ ചെയ്യാൻ കൂടുതൽ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അറിയിക്കുന്നത്. എന്ന് മാത്രമല്ല, ധാരാളക്കണക്കിന് വിഭവങ്ങൾ നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആദരിച്ചു. അതുകൊണ്ട് തന്നെ അതിലൂടെയൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് സൂറത്തു അൻഫാലിലെ 26-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആഹാര പദാർത്ഥങ്ങൾ നൽകിയത്. വറസഖക്കും മിനത് ത്വയ്യിബാത്തി, ഏറ്റവും നല്ല ആഹാര പദാർത്ഥങ്ങൾ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തിനാണ്? നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി എന്നാണ്. ഇന്നലെ നിങ്ങൾ കേട്ട ഒരു ഹദീസുണ്ട്, ശംസുസ്താദ് ഓർമ്മപ്പെടുത്തിയ ഹദീസ്. ആ ഹദീസ് പ്രാർത്ഥനയുടെ മഹത്വം പറയാൻ വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തിയത്. ഇന്ന് ഞാനത് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ശുക്രിൻ്റെ മഹത്വം അറിയിക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക്. മുആദേ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹുവാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക്. വീണ്ടും മുആദിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനെ ഉപദേശിക്കുകയാണ്, ഊസിക യാ മുആദ്, മുആദേ, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്, ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. നീ നമസ്കാരത്തിന് പിന്നിൽ ഇങ്ങനെ പറയാൻ വിട്ടുകളയരുത്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. അല്ലാഹുവേ, നിന്നെ ഓർക്കാൻ, നിനക്ക് നന്ദി കാണിക്കാൻ, നിന്നെ ഏറ്റവും നന്നായി ഇബാദത്ത് എടുക്കാൻ നീ എന്നെ സഹായിക്കണമേ എന്നതാണ് അതിനർത്ഥം. ദുബുറു കുല്ലു സലാത്ത് എന്നതിന് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയിട്ടുണ്ട്. 2 വിശദീകരണമുണ്ട്. ഏറ്റവും ശരിയായ വിശദീകരണം, നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുന്നോടിയായി, നമ്മൾ നമസ്കാരത്തിൽ തശഹുദ് കഴിഞ്ഞ് സ്വലാത്ത് കഴിഞ്ഞ് സലാം വീട്ടുന്നതിന് മുന്നോടിയായി ഈ പ്രാർത്ഥന നിർവഹിക്കലാണ് ഏറ്റവും നല്ലത്. അതാണ് ദുബുറു സലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നിർബന്ധ നമസ്കാരങ്ങളിൽ ഇമാം വേഗത്തിൽ ആ നമസ്കാരത്തിലെ ദിക്റുകൾ പൂർത്തിയാക്കി സലാം വിട്ടുമ്പോൾ നമുക്കതിന് സമയം ലഭിക്കാതെ വരുന്ന ഘട്ടമുണ്ടാകുമ്പോഴൊക്കെ നമുക്ക് നമസ്കാരത്തിന് ശേഷവും ഇത് നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയാത്ത രൂപത്തിൽ നമുക്ക് പാലിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ദിക്റിൻ്റെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ പറഞ്ഞൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകളിൽ തഅമ്മൽതു അഫ്ദല ദുആ, ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയെ സംബന്ധിച്ച് പരിശോധിച്ചു. ഇബ്നു തൈമിയ്യ പറയാണ്, ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയെ സംബന്ധിച്ച് വിശകലനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക് പറഞ്ഞ പ്രാർത്ഥനയാണ്. എന്നിട്ട് അതിന് കാരണം പറയുന്നത്, അഹ്ലു ശുക്ർ ഹുമുൽ മുഖ്തസ്സൂന ബിൻ മിന്നത്തിഹി മിൻ ബൈനി ഇബാദിഹി. അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ അടിമകളുടെ ഇടയിൽ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ പ്രത്യേകമായി ലഭിക്കുന്ന ആളുകൾ. എത്ര കണ്ട് ശുക്ർ ചെയ്യുന്നുവോ അത്ര കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകൾ വാരിക്കോരി നമുക്ക് നൽകുന്നതാണ്. അതാണ് ഇബ്നു തൈമിയ്യ പറയുന്നത്. അതുപോലെ തന്നെ വഹുമുല്ലദീന ലാ യതസഅസഊന അനിൽ ഫിതൻ,
അള്ളാഹുവിന് നന്ദി ധാരാളമായി അർപ്പിക്കുന്ന ആളുകൾ എന്ത് പരീക്ഷണ ഘട്ടമുണ്ടെങ്കിലും അവർ ആടിപ്പോവുകയില്ല. റബ്ബിൻ്റെ മാർഗത്തിൽ നിന്ന് തെന്നിപ്പോകാതെ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഉറച്ചു നിൽക്കുന്ന, റബ്ബിൻ്റെ ഞാമത്തുകൾ അനുഭവിച്ചുകൊണ്ട് റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവരാണ് വസയജിസില്ലാഹു ഷാക്കിരീൻ, അള്ളാഹു ശുക്ർ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞ വിഭാഗം എന്നുകൂടി ചേർത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. റബ്ബിന് നന്ദി കാണിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. അതിൻ്റെ ഭാഗമാണ് ഇബാദത്തുകളെല്ലാം. ആ നിലക്ക് നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകളിൽ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകളെ നമ്മൾ സ്വയം മനസ്സിലാക്കി അതിന് നന്ദി അർപ്പിക്കുന്ന ഒരു രീതി ഉണ്ടാകണമെന്നാണ് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ ശത്രുവായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ ശത്രു, നമ്മുടെയും ശത്രുവാണ്. ആ ഇബ്ലീസ് പ്രത്യേകം മനസ്സിലാക്കി ശുക്ർ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് ശുക്ർ ചെയ്യുന്ന മേഖലയിലാണ് തടസ്സമുണ്ടാക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ഇബ്ലീസ് അള്ളാഹുവോട് പറയുന്ന കാര്യം സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, ഞാൻ അവരുടെ വലതുഭാഗത്തു മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തൂടെയും ഞാൻ അവരുടെ പിന്നാലെ ചെല്ലും, അവരെ പിഴപ്പിക്കാൻ വേണ്ടി കടന്നു ചെല്ലും. എന്നിട്ട് അള്ളാഹുവോട് ഇബ്ലീസ് പറയുന്നത് വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, അവരിൽ അധിക ആളുകളെ നിനക്ക് നന്ദിയുള്ള ആളുകളായി കാണാൻ കഴിയുകയില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ മനസ്സിലാക്കി അവനെ മാത്രം ആരാധിക്കുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ നന്ദിയുടെ ഭാഗം. അത് ചെയ്യുന്ന ആളുകളായി ഭൗഭൂരിപക്ഷം ആളുകളെയും നിനക്ക് കാണാൻ കഴിയുകയില്ല എന്ന് അള്ളാഹുവിനോട് ആരാണ് പറയുന്നത്? ഇബ്ലീസ് പറയുന്നു. മറ്റുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ. ആ നിലക്ക് നന്ദി കാണിക്കുവാൻ ഇബ്ലീസ് പറഞ്ഞ നന്ദിയുള്ള ആളുകളായി നിനക്ക് അവരിൽ ബഹുഭൂരിപക്ഷത്തെയും കാണാൻ കഴിയുകയില്ല എന്ന് ഇബ്ലീസ് അള്ളാഹുവോട് ശപഥം ചെയ്യുകയാണ്. അപ്പോൾ ആ ഇബ്ലീസിൻ്റെ കെണിയിൽ പെടാതെ ഏറ്റവും നന്നായി നന്ദി കാണിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായി മാറി. അതിനുള്ള കാരണം എന്തായിരുന്നു? അതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം നന്ദി കാണിച്ച അടിമയായിരുന്നു. നബിയുടെ നന്ദിക്ക് നമുക്ക് ഉപമ വെക്കാൻ കഴിയുകയില്ല. അതിന് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്ദി കാണിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയ അസറുകളിലൂടെ നമുക്ക് ലഭിച്ച കാര്യം, വിശന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വയറ്റത്ത് കല്ല് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടപ്പെട്ടിട്ടില്ല. ക്ഷമയോടുകൂടി ആ പരീക്ഷണഘട്ടത്തെ അതിജീവിച്ചവനാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുപോലെ തന്നെ രാത്രി കാലിൽ നീര് പുറത്തു വരുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്തിനാണ് താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? എല്ലാം പുറത്തു തന്ന അള്ളാഹു എല്ലാ പാപവും പുറത്തു തന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെ പൊറുതിമുട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ പറയുന്നത് അഫല കുനു അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള അങ്ങേയറ്റം നന്ദി കാണിക്കുന്ന ഒരു അടിമയായി തീരണ്ടേ എന്നാണ് റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയോട് ചോദിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് നന്ദിയുടെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാവൂദ് നബിയെ സംബന്ധിച്ച് പറഞ്ഞത് കാന യനാമു നിസ്ഫൽ ലൈലി വയഖൂമു സുലുസഹു വയനാമു സുദുസഹു വയസൂമു യൗമൻ വയഫ്തറു യൗമൻ. രാത്രിയുടെ പകുതി ഉറങ്ങുകയും മൂന്നിൽ ഒരു ഭാഗം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മൂന്നിൽ 2 ഭാഗം ഉറങ്ങുകയും ചെയ്യും. അങ്ങനെയൊക്കെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത ആളാണ് ദാവൂദ് നബി എന്ന്. അപ്പോൾ പ്രവാചകന്മാരെല്ലാം അങ്ങനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത ആളുകളാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ സൂറത്തുൽ അംബിയായിൽ അള്ളാഹുവിൻ്റെ നിയമത്ത് ലഭിച്ച പ്രവാചകന്മാരെ എടുത്തു പറയുന്ന ഘട്ടത്തിൽ ആ കാര്യം അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർ നന്നായി ഇബാദത്ത് ചെയ്ത ആളുകളാണ്. അപ്പോൾ ആ ദാവൂദ് നബിയുടെ ഇബാദത്തിനെ സംബന്ധിച്ച് പറയുകയാണ്, ഇങ്ങനെ രാത്രിയുടെ സമയം നിന്ന് നമസ്കരിച്ച ആളായിരുന്നു ദാവൂദ് നബി. അതുപോലെ തന്നെ ഒരു ദിവസം നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അടുത്ത ദിവസം നോമ്പ് മുറിക്കുക എന്ന് പറഞ്ഞാൽ അത്യധികം നോമ്പ് അനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്ദിയുടെ അടയാളമായി നമ്മെ പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിയോട് പറഞ്ഞു, യഅമലു ആല ദാവൂദ ശുക്ര, നിങ്ങൾ നന്ദി കാണിക്കണമെന്ന്. ആ നന്ദി കാണിച്ചുകൊണ്ട് അവർ അത് ജീവിതത്തിൽ നടപ്പിലാക്കിയതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല ഒരു മാധ്യമമായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ കാര്യമാണ് നമ്മൾ നന്ദി കാണിക്കുക എന്നത്. മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശകർതും വ ആമൻതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നന്ദി കാണിക്കുന്നവരും നിങ്ങൾ ഈമാനുള്ളവരുമാണ് എങ്കിൽ നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്നാണ്. അപ്പോൾ നന്ദി കാണിക്കുക എന്നത് റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗമാണ്. അതുപോലെ തന്നെ
അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ചൊരിഞ്ഞു നൽകിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തവേ, ലൂത്ത് നബിയുടെ സമുദായം അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹു ഈ ലോകരിൽ ഒരാളും ചെയ്യാത്ത ഒരു പ്രത്യേകമായ പാപം ചെയ്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ വാങ്ങിയ ആളുകളാണ് ലൂത്ത് നബിയുടെ ജനത. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയും ലൂത്ത് നബിയെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആ രക്ഷപ്പെടുത്തിയെ സംബന്ധിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, നിഅമത്തൻ മിൻ ഇൻദിന, നമ്മുടെ പക്കലുള്ള പ്രത്യേകമായ നിഅമത്താണ് അവരെ രക്ഷപ്പെടുത്തുവാനുള്ള കാരണം. അങ്ങനെ നിഅമത്ത് അള്ളാഹു നൽകാനുള്ള കാരണം എന്താണ്? കദാലിക നജ്സി മൻ ശക്കർ, ശുക്ർ ചെയ്യുന്ന ആളുകൾക്ക് അപ്രകാരമാണ് നാം പ്രതിഫലം നൽകുക എന്നാണ്. അപ്പോൾ അവിടെയും ശുക്റിനുള്ള പ്രതിഫലമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ രക്ഷപ്പെടുത്തിയ കാര്യം എടുത്തു പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ഈ പ്രപഞ്ചത്തെ പടച്ച നാഥൻ എടുത്തു പറഞ്ഞ കാര്യം അത് നമ്മളെപ്പോഴും ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഖലീലും മിൻ ഇബാദിയ ശകൂർ, അള്ളാഹുവിൻ്റെ അടിമകളിൽ, എൻ്റെ അടിമകളിൽ നന്നായി അങ്ങേറ്റം നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ വളരെ കുറവാണെന്ന് അത് റബ്ബ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉള്ളതാണ്. ആ നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. ആ കുറച്ചെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയ ആളുകളിൽ ഉൾപ്പെടുവാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ എന്ന് റബ്ബാണ് പറഞ്ഞത്. റബ്ബ് പറഞ്ഞൊരു മാറ്റമില്ല. വളരെ വളരെ കുറച്ചാണ് അള്ളാഹു നന്നായി നന്ദി കാണിക്കുന്ന ആളുകളുള്ളൂ. ആ കുറച്ചെന്ന് റബ്ബ് എണ്ണിയ ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ എങ്ങനെ ഉൾപ്പെടും എന്ന പരിശോധന നടത്തി അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, വകുല്ലു നിഅമത്തിൻ ലാ തുഖർരിബു മിനല്ലാഹി ഫഹി നിഖമ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാത്ത എല്ലാ നിഅമത്തുകളും അത് നിഖമത്താണ്, അതായത് ശിക്ഷയാണെന്ന്. നിഅമത്തുകൾ നമ്മളെ റബ്ബിലേക്ക് അടുപ്പിക്കുന്നില്ല എങ്കിൽ ആ നിഅമത്ത് നിഅമത്തല്ല, മറിച്ച് അത് ശിക്ഷയാണെന്നാണ്. സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള ആളുകൾ, അതുപോലെ തന്നെ ആരോഗ്യം, രോഗമില്ലാത്ത അവസ്ഥ ലഭിച്ച ആളുകൾ, സൗന്ദര്യം ലഭിച്ച ആളുകൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ നിഅമത്തായി നമ്മൾ മനസ്സിലാക്കുന്നു. ആ നിഅമത്തുകൾക്ക് നമ്മൾ നന്ദി കാണിക്കുന്നില്ല എങ്കിൽ അത് നിഖമത്താണ് എന്നാണ് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് നന്നായി നന്ദി കാണിക്കുവാൻ നമ്മൾ തയ്യാറാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇത്തഅദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും, റബ്ബ് നമ്മോട് വാഗ്ദാനം ചെയ്ത കാര്യമാണ്, നിങ്ങൾ നന്ദി കാണിക്കുകയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാമെന്നാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ വർധനവ് ലഭിക്കുന്ന ആളുകളായി മാറാൻ കഴിയേണ്ടതുണ്ട്. ഇമാം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം, അന്നിഅമത്തു മൗസൂലത്തും ബിശ്ശുക്ർ, നിഅമത്ത് എന്നത് ശുക്റുമായി ബന്ധിക്കപ്പെട്ടതാണ്. നമുക്ക് നിഅമത്തുകൾ ലഭിക്കാനുള്ള ഒരു മാർഗം നമ്മൾ നന്നായി ശുക്ർ ചെയ്യലാണ്. വശുക്ർ യതഅല്ലഖു ബിൽ മസീദ്, നമ്മൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ അത് ധാരാളം ലഭിക്കാനുള്ള ഒരു കാരണമാണ്. വലാ യൻഖതിഉൽ മസീദു മിനല്ലാഹി ഹത്താ യൻഖതിഅ ശുക്ർ, അള്ളാഹു ധാരാളം നൽകുന്നത് മുറിച്ചു കളയുകയില്ല, മുറിഞ്ഞു പോകുകയില്ല എപ്പോഴാണോ നമ്മുടെ ശുക്ർ നിന്നു പോകുന്നത്. നമ്മൾ നന്നായി ശുക്ർ ചെയ്യുന്ന രംഗത്ത് എപ്പോഴാണോ വീഴ്ച വരുത്തുന്നത് അപ്പോഴാണ് അള്ളാഹു ധാരാളമായി നൽകുന്നത്. ഇങ്ങനെ മുറിച്ച് പറ്റില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകുക. അതുകൊണ്ട് നന്നായി ശുക്ർ ചെയ്യാൻ തയ്യാറായി കൊള്ളൂ എന്നതാണ്. ഹസനുൽ ബസരി പറഞ്ഞ കാര്യം, ഇന്നല്ലാഹ യുമത്തിഉ ബിന്നിഅമതി മാ ഷാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകൾ നൽകി, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിഅമത്തുകൾ നൽകി മനുഷ്യരെ ആസ്വദിപ്പിക്കുമെന്നാണ്. സാമ്പത്തികമായി ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ഭൂമിയിൽ എല്ലാം തികഞ്ഞവനായി ജീവിക്കാൻ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൗകര്യം നൽകിയേക്കാം. പക്ഷേ ഇദാ ലം യശ്കുർ അലൈഹ ഖല്ലബഹ അദാബ, അയാൾ ആ നിഅമത്തിന് നന്ദി കാണിക്കുന്നില്ല എങ്കിൽ അത് ശിക്ഷയായി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്നതാണ്. ഇത് ഹസനുൽ ബസരി പറഞ്ഞ കാര്യമാണ്. ഖുർആനിൽ ഇതിന് തെളിവുണ്ട്. നമുക്കറിയാം, മൂസാ നബിയുടെ സമുദായത്തിലുണ്ടായിരുന്ന ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തി മൂസാ നബിയോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാ അർത്ഥത്തിലും നിഅമത്തുകൾ സമ്പാദിച്ച ആളായിരുന്നു ഖാറൂൻ. അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, അതിൻ്റെ ഖജാനകളുടെ താക്കോലുകൾ വഹിക്കാൻ ഒട്ടകൂട്ടങ്ങൾ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിനു മാത്രം സമ്പത്തിൻ്റെ ഉടമയായിരുന്നു. ആ ഖാറൂനോട് വിവരമുള്ള ആളുകൾ പറഞ്ഞു, വബ്തഗി ഫീമാ ആതാക്കല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് നൽകിയത് മുഖേന നീ പരലോക ഭവത്തിന് വേണ്ടത് കാംക്ഷിച്ചു കൊള്ളുക. വലാ തൻസ നസീബക മിനദ് ദുനിയ, ഈ ദുനിയാവിൽ നിനക്കുള്ള വിഹിതം നീ മറന്നു കളയേണ്ടതില്ല. ദുനിയാവിൽ നിനക്കിവിടെ ആസ്വദിക്കുവാനും ഉള്ളതാണ് അള്ളാഹുവിൻ്റെ നിഅമത്ത്. വിശ്വാസികൾക്കെല്ലാം അള്ളാഹുവിൻ്റെ നിഅമത്ത് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ നൽകിയ അനുഗ്രഹങ്ങൾ മുഖേന പരലോക ഭവനത്തിന് വേണ്ടി പ്രത്യേകം നീ ഒരുക്കം ചെയ്യേണ്ടതുണ്ട് എന്ന് വിവരമുള്ള ആളുകൾ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ ഖാറൂൻ പറഞ്ഞു, ഖാല ഇന്നമാ ഊതീതുഹു മിൻ ഇൽമിൻ ഇൻദി, ഇതെൻ്റെ പ്രത്യേകമായ അറിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്. അങ്ങനെ പല ആളുകൾക്കും പലപ്പോഴും തോന്നാറുണ്ട്. എന്തെല്ലാം കാര്യത്തിൽ മികവുണ്ടോ അതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടും
എൻ്റെ വളരെ ശക്തമായ ഇടപെടൽ കൊണ്ടുമാണ് ഞാനത് നേടിയെടുത്തത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് നേതൃത്വമാണെങ്കിലും സമ്പന്നതയാണെങ്കിലും അതുപോലെ തന്നെ പാണ്ഡിത്യമാണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ മെനക്കേടുണ്ട് എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അത് ശരിയായിരിക്കാം. പക്ഷേ അതിനപ്പുറത്ത് അതെല്ലാം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിഗണന ഉള്ളത് കൊണ്ടാണ് ലഭിച്ചത് എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഇല്ല എങ്കിൽ അതെല്ലാം അള്ളാഹു മറച്ചിടും. അത് പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഖുർആൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ നായ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് വിശേഷിപ്പിച്ചത്, അള്ളാഹുവിൻ്റെ നിഅമത്താകുന്ന ഇൽമിനെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്ത ആളുകളെ സംബന്ധിച്ച്. അപ്പോൾ നിഅമത്തുകളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അതിന് നന്ദി കാണിക്കാൻ അടിമ തയ്യാറാകുന്നില്ല എങ്കിൽ അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയാക്കി മാറ്റും എന്നതാണ് ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ ശരിയായ രൂപത്തിൽ അള്ളാഹുവിന് ശുക്ർ കാണിക്കാനും നന്ദി കാണിക്കാനും തയ്യാറായാലോ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ മാന്യമായി ജീവിക്കാൻ വേണ്ട വിഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുകയും പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. ഇനി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം ശുക്ർ ചെയ്യുക എന്നത് നമ്മൾ മനസ്സിലാക്കി. ശുക്ർ 3 രൂപത്തിലുണ്ട്. ഒന്ന് കൽബ് കൊണ്ടുള്ള ശുക്ർ, മറ്റൊന്ന് നാവ് കൊണ്ടുള്ള ശുക്ർ, മൂന്നാമത്തത് അവയവങ്ങൾ കൊണ്ടുള്ള ശുക്ർ. കൽബ് കൊണ്ടുള്ള ശുക്ർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭാഗം തന്നെയാണ്. കൽബ് കൊണ്ടുള്ള ശുക്ർ എന്ന് പറയുന്നത് നമ്മൾക്ക് ലഭിച്ച നിഅമത്തുകൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മിന്നത്തിനാൽ, അവൻ്റെ റഹ്മത്തിനാൽ, അവൻ്റെ കാരുണ്യത്താൽ എനിക്ക് ലഭിച്ചത് തന്നെയാണ് എന്ന ഒരു ഉൾച്ചിന്ത നമുക്കുണ്ടാകേണ്ടത്. അതിന് നമ്മുടെ അധ്വാനം എത്ര കണ്ടുണ്ടെങ്കിലും നമ്മൾ അതിനു വേണ്ടി എത്ര പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിലും അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് കനിഞ്ഞേകിയതാണ് എന്ന ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതാണ് കൽബിൻ്റെ ശുക്ർ. അതുണ്ടെങ്കിലാണ് നമ്മൾ കൽബ് കൊണ്ട് ശുക്ർ ചെയ്ത ആളാകുകയുള്ളൂ. പിന്നെയോ അതാണ് വമാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, ഏതൊരു നിഅമത്തും അള്ളാഹുവിൽ നിന്നാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ വയക്കൂൻ ബിൽ ലിസാൻ, നമ്മുടെ നാവ് കൊണ്ടുള്ള ശുക്ർ എന്താണ്? അത് ഹംദ് അധികരിപ്പിക്കലാണ്. അള്ളാഹു നൽകിയ നിഅമത്തുകളെ ശരിക്കും മനസ്സിലാക്കി അത് മനസ്സറിഞ്ഞുകൊണ്ട് ഹംദ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ല യർദാ അനിൽ അബ്ദി യഅകുലുൽ അകലത ഫയഹ്മദുഹു അലൈഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ തൃപ്തിപ്പെടുന്നുണ്ട്. അയാൾ ആഹാരം കഴിക്കുന്നു, എന്നിട്ട് അയാൾ അതിനെ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. വയശ്റബ ശുർബത ഫയഹ്മദുഹു അലൈഹ, അയാൾ പാനീയം കുടിക്കുന്നു, അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അപ്പോൾ ഇതെല്ലാം റബ്ബ് നൽകിയതാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി അള്ളാഹുവിനെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം. അത് നാവിൻ്റെ ശുക്റാണെന്നാണ്. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് എന്നത് മീസാനിനെ നിറക്കുന്ന എത്ര വലിയൊരു കാര്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ആദ്യത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ആദ്യത്തെ ആയത്ത് എന്നതിൽ തർക്കമുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത്. അഹ്ലുസുന്നയുടെ ഇമാമികളിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്താണ് ആദ്യത്തെ ആയത്ത് എന്ന് വാദിച്ച ഒരുപാട് ആളുകളുണ്ട്. ആ നിലക്ക് പറയുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ആദ്യത്തെ ആയത്ത് എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്നത്. അത് അള്ളാഹുവിന് അത് അങ്ങേയറ്റം ഇഷ്ടമുള്ളത് കൊണ്ടാണ്. എന്ന് മാത്രമല്ല റബ്ബ് നൽകിയ നിഅമത്തുകൾ എടുത്തു പറയാൻ അള്ളാഹു റസൂലിനോട് പറഞ്ഞു, അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ നാഥൻ നൽകിയ നിഅമത്തുകളെ സംബന്ധിച്ച് നീ സംസാരിക്കണം. ആ നിലക്ക് നമ്മൾ നാവ് കൊണ്ട് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക് നന്ദി അർപ്പിക്കുവാൻ തയ്യാറാകണം. പിന്നെ അവയവങ്ങളുടെ ശുക്ർ എന്ന് പറയുന്നത് ഇസ്തിആനതു ബിഹാ അലാ മർദാത്തില്ലാ എന്നതാണ്. വമൻ ഇസ്തിഖ്ദാമിഹാ ഫി മസാഖിതിഹി വഇസ്യാനിഹി എന്നത് എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ ഈ അവയവങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ കോപവും അള്ളാഹുവിൻ്റെ ദേഷ്യവും ക്ഷണിച്ചു വരുത്തുന്നതെന്ന് ഈ അവയവങ്ങളെ തടഞ്ഞു വെക്കുക. ഇതാണ് അവയവങ്ങളുടെ നന്ദി. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ നന്ദി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം കണ്ണിനെ പിൻവലിക്കുക. നമ്മളോട് പ്രത്യേകം വായിക്കാനും പഠിക്കാനൊക്കെ നിർദ്ദേശിച്ച കാര്യമുണ്ട്, അതിലേക്ക് നമ്മൾ ആവേശത്തോടു കൂടി കടന്നു വരിക. അങ്ങനെ കണ്ണിനുള്ള നന്ദി പ്രകടിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാക്കുക. അതുപോലെ തന്നെ കാത് വേണ്ടാത്തത് കേൾക്കുന്നതിന് ഗീബത്തും നമീമത്തൊക്കെ കേൾക്കുമല്ലോ, അതൊക്കെ നമ്മുടെ കാതിനെ അടച്ചു വെക്കുക. അതുപോലെ തന്നെ അശ്ലീലങ്ങൾ കേൾക്കുന്നതിന് നമ്മുടെ കാതിനെ അടച്ചു വെക്കുക. അങ്ങനെ കാതിനെ അതിൻ്റെ നന്ദി അർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാക്കുക. നാവ് പ്രത്യേകം ഇൻഷാ അല്ലാഹ് വിശദീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നാവിനെ എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിനിയോഗിക്കുവാൻ നമ്മൾ തയ്യാറാകുക. അത് നാവിൻ്റെ നന്ദിയാണ്. ഇങ്ങനെ നന്ദി കാണിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ടെന്നതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 കാര്യം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. ഒന്ന്, ലാ യഷ്കുറുല്ലാഹു മല്ലാ യഷ്കുറുന്നാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളോട് നന്ദി കാണിക്കാത്ത ആളോട് നന്ദി കാണിക്കൂലാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് നന്ദി കാണിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തവൻ ലാ യഷ്കുറുല്ലാഹ മല്ലാ യഷ്കുറുന്നാസ്, അള്ളാഹുവോട് നന്ദി കാണിക്കാൻ അയാൾക്ക് കഴിയുകയില്ല. ജനങ്ങളോട് നന്ദി കാണിക്കാൻ തയ്യാറാകാത്ത ഒരാൾക്ക് ശരിയായ രൂപത്തിൽ അള്ളാഹുവോട് നന്ദി കാണിക്കുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്താഇമു ശാകിർ മിസ്ല സ്വാഇമി സ്വാബിർ. ഇതൊരു നല്ലൊരു പരാമർശമാണ്. അത്താഇമു ശാകിർ മിസ്ല സ്വാഇമി സ്വാബിർ. നന്ദിയോടുകൂടി ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൾ, അതായത് നന്നായി ഭക്ഷിക്കുന്ന ആളാണ്. പക്ഷേ ഭക്ഷിക്കുന്ന ആൾക്ക് നല്ല നന്ദിയുണ്ട്, അള്ളാഹുവിൻ്റെ നിയമത്താണെന്ന ബോധ്യത്തോടു കൂടി നന്ദിയോടുകൂടിയാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ആഹരിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ആൾ മിസ്ല സ്വാഇമി സ്വാബിർ, ക്ഷമയോടുകൂടി നോമ്പനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ നോമ്പനുഷ്ഠിക്കുക എന്നുള്ള വലിയ കൂലിയുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി ലഭിക്കുന്ന കാര്യമാണ് നന്ദിയോടുകൂടി അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അനുഭവിക്കുക എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്ക് വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ എത്ര എണ്ണിയാലും നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത അത്രയും നിഅമത്തുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ നിഅമത്തുകൾക്ക് എല്ലാം നന്ദി ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ നിർദ്ദേശിച്ച രൂപത്തിൽ ജീവിച്ച് കഴിവിൻ്റെ പരമാവധി നന്ദിയുള്ളവരായി തീരാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് പരിപൂർണമായി നന്ദി കാണിക്കുവാൻ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് കഴിയുകയില്ല. അതിനൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാണ്. അഹ്ലു കിതാബിൽപ്പെട്ട ഒരാൾ ധാരാളക്കണക്കിന് പർവ്വത സമാനമായ അമലുമായി പരലോകത്തെത്തുകയും അവിടെ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ റഹ്മത്ത് കൊണ്ട് ഇയാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൂ എന്ന് പറയുമ്പോൾ അള്ളാഹു അങ്ങനെയല്ല, എൻ്റെ അമലുകൾ മുഖേന നീ എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് അള്ളാഹുവിനോട് തിരിച്ചു പറയുന്ന ഘട്ടം നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. ആ സമയത്ത് അള്ളാഹു പറയുന്നത് കണ്ണിന് തുലാസിൻ്റെ ഒരു ഭാഗത്ത് വെക്കാനും അയാൾ ചെയ്തു കൂട്ടിയ അമലുകൾ മറുഭാഗത്ത് വെക്കാനും പറയുമ്പോൾ കണ്ണാ തൂങ്ങാം. അപ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്തിന് ഒരിക്കലും നമുക്ക് പകരമായി നന്ദി ചെയ്യാൻ കഴിയുകയില്ല. നമ്മൾ അള്ളാഹു നിർദ്ദേശിച്ച രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി അങ്ങേയറ്റം നന്ദിയുള്ള അടിമകളായി തീരുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. സകാത്ത് ശേഖരിക്കാൻ നമ്മുടെ കേന്ദ്ര കമ്മിറ്റി ഔദ്യോഗികമായി തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സകാത്തിൻ്റെ വിഹിതം ആ നിലക്ക്